പാപദുഃഖത്തിലേക്ക് അവൻ കടന്നു വരുന്നു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, പാപിയാണെന്ന് തിരിച്ചറിയുന്ന ഈ പ്രവാചകൻ ആ പാപാവസ്ഥ ഏറ്റുപറയുകയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ. പാപി എന്ന് സമ്മതിച്ച് അവൻ ഏറ്റുപറയുന്നു. വിശുദ്ധ കുംഭസാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഏറ്റുപറച്ചിൽ. പാപദുഃഖമുണ്ടാകുന്ന വിശ്വാസി ദൈവസന്നിധിയിൽ തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം 6-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലാണ്. യെശയ്യാ പ്രവാചകൻ ഇതാ ഒരു മനംതിരിവിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. പാപിയാണെന്ന് തിരിച്ചറിയുന്നു, പാപദുഃഖമുണ്ടാകുന്നു, ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുന്നു. ഇതാ മനസ്സിന് ഒരു പരിവർത്തനം ഉണ്ടാവുകയാണ്. മനം തിരിഞ്ഞ്